ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിനി വരയ്ക്കണമെന്ന് വെച്ചാൽ നമുക്ക് താടി വരയ്ക്കാനുണ്ട്, അതുപോലെ ചെവിയുടെ ഭാഗം ഷെയ്ഡ് ചെയ്തെടുക്കാനുണ്ട്, പിന്നെ കഴുത്തിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്യാനുണ്ട്, പിന്നെ ആ ഷർട്ടിൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഡിസൈനൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ സമയക്കുറവുകൊണ്ട് ഞാൻ മാക്സിമം പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ ചെയ്യുന്നതാണ്. ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് നമുക്ക് ഓരോ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഓരോ ഡ്രോയിങ്ങും പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് അടുത്ത ഡ്രോയിങ് ചെയ്യാനുള്ളൊരു ഇതിൽ ഞാൻ ചെയ്ത് പോകുന്നതാണ്. ഈ ഒരു ഡ്രോയിങ് കുറച്ച് നല്ല രീതിയിൽ ചെയ്യാൻ മേലെ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു. പിന്നെ സമയക്കുറവുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള ഒരു ഇതുകൊണ്ടും ഞാൻ പെട്ടെന്ന് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രോയിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ ഈ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോ വീഡിയോസും കാണുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഓരോന്നും കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.
കഴിഞ്ഞ ദിവസം ഉള്ള കമൻറ്റിൽ ചോദിച്ചൊരു കാര്യമായിരുന്നു ഞാൻ ഈ ഗ്രിഡ് ലൈൻസ് മാത്രമായിട്ട് എങ്ങനെയാണ് മായ്ക്കുക, അതിനെ പറ്റി ടൂൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ആ കാര്യം ഒന്ന് ഡീറ്റെയിൽ പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം ഞാൻ പറഞ്ഞ അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ടൂളാണ്. നമുക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. സാധാരണ ഒരു പേന എടുക്കുക, ആ പേനയുടെ മുമ്പശത്തെ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനുള്ളിലേക്ക് ഒരു റബ്ബറിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അത് കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൂൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ മോണോ റൈസറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കാണെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫേസൊക്കെ വരയ്ക്കുന്ന സമയത്താണെങ്കിലും എവിടെയും ചെറുതായിട്ട് നമുക്ക് മായ്ക്കാനുണ്ടെങ്കിൽ ഈ ഒരു ടൂള് നമുക്ക് യൂസ് ചെയ്യും. അപ്പം ഇതുപോലെ റബ്ബർ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ബ്ലേഡ് ഉപയോഗിച്ച് ഞാൻ ചെറുതായിട്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനുള്ളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ടൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ ടെക്നിക്ക് പറയാനൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനും ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് മോണോ റൈസർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ്.